ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മൂന്നാർ സൂര്യനെല്ലിയിലേക്കാണ്. അപ്പം ഈ മൂന്നാർ സൂര്യനെല്ലിയിൽ ഞങ്ങൾക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു 12ഓളം ഫാമിലീസ് ഉണ്ട്. അപ്പോൾ പകുതി ഫാമിലീസിന് വരാം, കുറച്ച് ഫാമിലീസിന് വരാൻ പറ്റിയില്ല. എന്നാലും സൂപ്പർ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കുളുക്കുമലയിലും കൂടെ പോകുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ആയിൽ കൗണ്ടി റിസോർട്ടിലാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. കബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ ആ സൈഡിലായിട്ട് തന്നെയായിട്ടാണ് ബാത്റൂം ഉള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിലേക്ക് കടക്കാം. ആ ബാൽക്കണിയിലുള്ള നമ്മുടെ ആ വ്യൂ ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി. അപ്പോൾ ഈ ബാൽക്കണിയിലുള്ള വ്യൂ കാണുന്നതുണ്ടല്ലോ, അത് ആനയിറങ്ങൽ ഡാമാണ്. അപ്പം എല്ലാം മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുക. എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ ഒരു നിറഞ്ഞുകൊണ്ടായിരിക്കും വനെല്ലാം വന്ന് നിൽക്കുന്നത്. ഇന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഇന്ന് ഫുള്ള് മഞ്ഞായിരിക്കും, നല്ല തണുപ്പായിരിക്കുന്നത്. കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പാട്ട് പാടുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതാണ് ഞാൻ കാണിക്കാത്തതേ. നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് നമ്മളപ്പം ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ടൈം അറേഞ്ച് ചെയ്തേക്കുന്നത് 10 PM to സംതിങ്.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ആ രാവിലെ തന്നെ കുളുക്കുമലയ്ക്ക് പോകേണ്ടതല്ലേ. The next day. അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റു. അപ്പോൾ നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു. അല്ല നല്ല ഇരുണ്ടായിരുന്നു. രാവിലെ തന്നെ എണ്ണീറ്റല്ലേ. അപ്പോൾ നമ്മുടെ ജീപ്പൊക്കെ എത്തിയിട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ജീപ്പിലേക്ക് കയറാൻ പോകാം. അപ്പം അവിടെ ആരൊക്കെ എത്തിയിട്ടുണ്ടെന്നൊക്കെ അറിയാമല്ലോ. സോ ലെറ്റ്സ് ഗോ ടു ദ ജീപ്പ്. അപ്പോൾ അതാ നമ്മുടെ ജീപ്പൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുമുണ്ട്. എല്ലാവരും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. കാരണം കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവർ വന്നിട്ടില്ല. കുറച്ച് ഫാമിലീസേ ഉള്ളൂ വന്നിട്ടുള്ളായിരുന്നത്. അപ്പം നമ്മൾ ടോട്ടലി എടുത്തിരിക്കുന്ന 5 ജീപ്പാണ്. അപ്പോൾ ഒരു ജീപ്പിന് ഒരു 2000 രൂപയാകും. അപ്പം നമുക്കിനി ജീപ്പിലേക്ക് കയറാം. അപ്പം നമ്മളൊരു ജീപ്പിലേക്ക് കയറിയിട്ടുണ്ട്. എല്ലാവരും നല്ല തണുപ്പായിരുന്നു. എല്ലാവരും എണ്ണീറ്റ് വന്നതേ ഉള്ളൂ. എല്ലാവരും ഇറക്കൊക്കെ പോയതുപോലാണ് ഇരിക്കുന്നത്. നല്ല തണുപ്പായിരുന്നു. ഇനി നമ്മൾ കുളുക്കുമലയിലേക്ക് പോകാം. പിന്നെ നമ്മൾ കുളുക്കുമലയ്ക്ക് പോകുന്നത് ഓഫ് റോഡിനാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയി ഓഫ് റോഡും പിന്നെ ഈ മലകളിലൊക്കെ സംഭവങ്ങൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണേ. അപ്പം എന്താ നമ്മളിവിടെ എത്തി. ഓഫ് റോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി നടക്കാനുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് നടന്ന് കയറി പോയിട്ട് അവിടെ ബാക്കി എന്തൊക്കെയാണ് കാഴ്ച നോക്കാം. നമ്മൾ അങ്ങോട്ട് കയറി നോക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ച് വന്ന്. അപ്പം നമുക്ക് ഫോട്ടോ മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുപ്പെല്ലാം അങ്ങ് മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പം നല്ല രസമായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. സൂപ്പർ വ്യൂ ഒക്കെ ആയിരുന്നു. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നു. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഈ മഞ്ഞൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പറന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു സൈഡ് കാശ്മീർ പോലും മറ്റേ സൈഡ് കേരളം പോലെയാണ് നിൽക്കുന്നത്. കാരണം മറ്റേ സൈഡ് ഫുള്ള് പച്ചപ്പാണ്. ഈ സൈഡ് ഫുള്ള് മഞ്ഞാണെങ്കിൽ മറ്റേ സൈഡ് പച്ചപ്പായിരിക്കും. നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചാൽ കണ്ടോ. ഇവിടെ ഫുള്ള് പച്ചപ്പും മറ്റേ സൈഡിൽ ഫുള്ളും മഞ്ഞുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എൻട്രി ടൈം എന്ന് വെച്ചാൽ 4 മണി മുതൽ 6 മണി വരെയാണ്. ഇപ്പോൾ കൊറോണ സീസൺ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ വന്നോണം. അപ്പോൾ അതാ നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയാൻ ഞാൻ നിങ്ങളോടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആൻമേരിയ കലപ്പിലാണ് ഷൂട്ട് ചെയ്ത് ആ പോയിൻ്റ് ദുൽഖർ ഇങ്ങനെ ഇറങ്ങി വന്ന ആ ഒരു സ്ഥലമാണ് ഇത്. ഇതല്ല, ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പാറയുണ്ടല്ലോ, ഇതാണ് ആ പാറ. അപ്പോൾ ഇത് നമ്മുടെ ഈ സിംഹത്തിൻ്റെ സിംഹത്തിൻ്റെയാണോ പുലിയുടെ വാ നീരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് അവിടുന്ന് കാണാൻ കഴിയുന്നത്. നല്ല ആ ആകാശം കൂടെ അവിടെ വന്നിരിക്കുമ്പോൾ സൂപ്പറാണ്. ഇവിടെ സൂര്യനും കൂടെ നടക്കു വന്നിരിക്കുകയാണ്, ഒരു അടിപൊളി. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ നിന്നുള്ള ഫാമിലീസ് എല്ലാവരും ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം.
എല്ലാവരും ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞേ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മളിനി വേറെ എവിടെയെങ്കിലും പോകുന്നുള്ളൂ. സോ ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ദാ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ് ഓർത്തത്. അപ്പോൾ സോ ഇതാണ് ഞങ്ങളുടെ സിയോയെ ഫാമിലി ഫോട്ടോ. എന്നിട്ട് കൊള്ളാവോ? ഇനി ഞങ്ങൾ ചിലവർ വീട്ടിൽ പോയി. പക്ഷെ കുറച്ച് പേര് ആനയിറങ്ങൽ ഡാമിൽ ബോട്ടിങ്ങിനാണ് വന്നത്. ഞങ്ങൾ ആനയിറങ്ങൽ ഡാമിൽ ബോട്ടിങ്ങിന് വന്നു. അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു സ്പീഡ് ബോട്ടുണ്ട്, പിന്നെ കൊട്ടവഞ്ചിയുണ്ട്, അതുപോലൊക്കെ ഉള്ള ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു പലയിടത്തു നിന്നുള്ള പഞ്ചാബ്, സിക്ക് അവിടുത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് ശരി അങ്ങോട്ട് പോയി ആ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫോട്ടോസ്. ബാക്കി കുറച്ചും കൂടെ ഉണ്ടേ, സ്കിപ്പ് ചെയ്യല്ലേ, ദേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണണേ. അപ്പോൾ ഇതാ നമ്മൾ ഇനി ബോട്ടിലേക്ക് കയറാൻ പോകണം. അപ്പം നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കുന്നത് സ്പീഡ് ബോട്ടാണ്. സോ അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറുവാണ്. അപ്പം എന്താ ഞങ്ങളും ബോട്ടിൽ കയറി അവസാനം. അപ്പോൾ ഇതാ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞിക്ക് ഒരേ ഒരു കുഴപ്പമുള്ളായിരുന്നു, ഇച്ചിരി സ്പീഡ് വേണമെന്നേ. അത് കുഞ്ഞിക്കൊരു സ്പീഡ് ആവശ്യമാണ്. എനിക്കിവിടെ സ്പീഡൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. അപ്പം എനിക്കൊരു പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിലാണ് നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. കൂടാതെ അവിടെ നല്ല സ്പീഡും ഒക്കെ സംഭവമാണ് ഉള്ളത്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ടതില്ലേ, അത് ഏർമാടാണ് കേട്ടോ, അവിടെ വെച്ചിരിക്കുന്ന ഏർമാട്. അപ്പോൾ ഇവിടെ ആയിട്ട് മണ്ടയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഏലത്തോട്ടങ്ങളാണ് ഉള്ളത്. അപ്പം ഇവിടെ നിന്നാൽ നമുക്ക് ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്നതാണ്. ഇവിടെ എല്ലാം ഇതിൻ്റെ അപ്പുറത്തായിട്ട് ആനയൊക്കെ ഇറങ്ങുന്ന ഭാഗങ്ങളാണ്. ഇനിയും ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും താങ്ക്സ് ഫോർ വാച്ചിങ്.